ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ 160 പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്ക് എന്ന വാർത്ത വരുന്നു. ഗസയിലെ ഖാൻ യൂനിസിന് പിന്നാലെ റഫയും ആക്രമിക്കുമെന്ന ഇസ്രയേലിന്റെ ഭീഷണി. പി പി ജെയിംസ് ചേരുന്നു വിശദാംശങ്ങളുമായി. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. വെസ്റ്റ് ബാങ്കിലെ ഗസയിലൊക്കെ പോയ ഡോക്ടർ സന്തോഷ് കുമാർ തിരിച്ച് കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു വാട്സപ്പ് സന്ദേശം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണം. കാര്യം ഗസയിൽ നേരിട്ട് പര്യടനം നടത്തി വരുന്ന മലയാളിയാണല്ലോ. അപ്പോൾ അവിടെ കുട്ടികളും അമ്മമാരും ഒക്കെ കൊല്ലപ്പെടുന്നു എന്ന് പി പി ജെയിംസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ? എസ്കേൻ, ഡോക്ടർ സന്തോഷ് കുമാർ ആയിട്ട് ഞാൻ ഇന്നലെ രാത്രി സംസാരിച്ചിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിറങ്ങും. ഒരുപക്ഷെ UN ഏജൻസികൾക്കുള്ള ഫണ്ട് 9 രാജ്യങ്ങൾ വെട്ടിക്കുറച്ചതിനെ തുടർന്ന് ഗസയിൽ, വെസ്റ്റ് ബാങ്കിൽ, പാലസ്തീൻ മേഖലയിൽ മുഴുവൻ വല്ലാത്ത പ്രതിസന്ധിയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം, മരുന്ന്, പാർപ്പിടമൊന്നുമില്ലാത്ത അവസ്ഥയിൽ 300-ലേറെ സ്കൂളുകൾ വരെ ഗസയിൽ നടത്തുന്നതാണ് ഈ UN ഏജൻസി. പക്ഷേ ആ UN ഏജൻസിക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചിരിക്കുന്നു. ഈ ഏജൻസിയിലെ ചിലർ ഇസ്രായേൽ ആക്രമിച്ച ഹമാസിൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന ഇസ്രായേലിൻ്റെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് അമേരിക്കയും ബ്രിട്ടനും നെതർലൻഡ്സും കാനഡയും ഓസ്ട്രേലിയയും ഒക്കെ ഫണ്ട് വെട്ടിക്കുറച്ചത്. അതുകൊണ്ട് ഡോക്ടർമാരൊക്കെ അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കണം. ഒരുപക്ഷെ ഡോക്ടർ സന്തോഷ് കുമാറിനോട് ഞാൻ വിശദമായി അന്വേഷിച്ചില്ല. എന്തായാലും UN ഒരുപാട് ഒഫീഷ്യൽസ് തിരിച്ചു വരികയാണ്. എസ്കേൻ, എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം വീണ്ടും വലിയ രീതിയിൽ കടുപ്പത്തിലേക്ക് നീങ്ങുകയാണ്. ഈ മണിക്കൂറുകളിൽ 160-ലേറെ പാലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. ഇപ്പോൾ തന്നെ മരണസംഖ്യ 27,500-ലേക്ക് അടുക്കുകയാണ്. 4 മാസം, 7-ാം തീയതി 4 മാസം തികയും യുദ്ധം. എന്തായാലും യുദ്ധത്തിൻ്റെ കെടുതികൾ അതീവ രൂക്ഷമാണ്. കൊല്ലപ്പെട്ടവരിൽ 20,000-ലേറെ പേർ, നേരത്തെ എസ്കേൻ ചോദിച്ചതുപോലെ 20,000-ലേറെ പേർ സ്ത്രീകളും കുട്ടികളുമാണ്. നിരപരാധികളായ സ്ത്രീകളും കുട്ടികളായിട്ടുള്ള പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഒരുപക്ഷെ ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്ത വശം, ഒരു കണ്ണീരണിയിക്കുന്ന ഒരു വശം അതുകൂടിയാണ്. അതുപോലെ തന്നെ എസ്കേൻ, ഗസയിലെ തെക്കൻ ഗസയിൽ ഖാൻ യൂനിസിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലി ടാങ്കുകൾ തലങ്ങും വിലങ്ങും പായുകയാണ്. അവിടുത്തെ ആശുപത്രികളിൽ കയറി മണിക്കൂറുകളിൽ റെയ്ഡുകൾ നടക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞിരിക്കുന്നത് ഖാൻ യൂനിസിന് പിന്നാലെ റഫയും ആക്രമിക്കുമെന്നാണ്. എസ്കേൻ, ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം ആദ്യം ഇവർ യുദ്ധം തുടങ്ങിയത് വടക്കൻ ഗസയിലാണ്. വടക്കൻ ഗസയിൽ യുദ്ധം തുടങ്ങിയപ്പോൾ ഇസ്രായേൽ പറഞ്ഞു, നിങ്ങൾ തെക്കൻ ഗസയിൽ പൊക്കൂ. തെക്കൻ ഗസയിലെ ഖാൻ യൂനിസാണ് ഏറ്റവും വലിയ നഗരം. ഖാൻ യൂനിസിലെത്തി അവിടെ ലക്ഷങ്ങൾ തമ്പടിച്ചപ്പോൾ അവിടെ ആക്രമണമായി. അവിടെ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. അവിടെ നിന്ന് അവർ ഇപ്പോൾ ഈജിപ്തിൻ്റെ അതിർത്തിയായ റഫയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തമ്പടിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ടാർഗറ്റ് റഫയാണെന്ന് പറയുമ്പോൾ ഇനി എവിടേക്ക് ഓടും എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. എസ്കേൻ, എന്തായാലും ഇത് വല്ലാത്ത തരത്തിലേക്ക് യുദ്ധം പോകുന്നു. അതിനിടയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സിറിയയിലും ഇറാഖിലും അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിനെ ശക്തിയായി പ്രതിഷേധിച്ചിട്ടുണ്ട് ഇറാഖ് സർക്കാർ എന്ന വാർത്ത കൂടി മണിക്കൂറുകളിൽ വരുന്നു.